ഹലോ. നമ്മൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകാം കേട്ടോ. ഇനി കുറച്ച് ദിവസം കോഴിക്കോടാണ് ഉള്ളത്. അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ടാട്ടോ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുന്നത്. എറണാകുളത്ത് നിന്ന് തന്നെ എടുക്കുന്ന ഒരു മെമു ഉണ്ടായിരുന്നു ഷൊർണൂരിലേക്ക്. അപ്പോൾ അത് വൈകുന്നേരമാണ്, ഏട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപായിട്ട് കാനാലപ്പി ഉണ്ട്, പക്ഷെ അതിൽ ഭയങ്കര തിരക്കാണ്, നമുക്ക് കയറാനേ ആവില്ല. പിന്നെ ഈ മെമു ഷൊർണൂർ വരെയുള്ള, അപ്പോൾ നമ്മൾ ഇതിൽ കയറി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ മെമു. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓഫാകും പിന്നെ ഓണാകും. പക്ഷേങ്കിലും കുഴപ്പമില്ല, അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിൻ കയറി. ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു അമ്പിളിമാമനെ കണ്ടോ, കുറേ നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കാഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നില്ല, ഫറോക്കാണ് ഇറങ്ങിയത്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾക്ക് കുളത്തറ വഴി പോയിട്ടുണ്ടെങ്കിൽ ഒളവണ്ണയ്ക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഫറോക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ കയറി. പക്ഷേ രാത്രി ഓട്ടോ ചാർജ് അധികമാണ്, എങ്കിലും പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ പോകാനാണ് എളുപ്പം. ഏകദേശം ഒരു 11:30 ആവുന്ന സമയത്താണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. ഇത് കണ്ടോ, ഫറോക്ക് പാലത്തിൻ്റെ മേലെ നല്ല ഭംഗിയില്ലേ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ 11:30 വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്നുറങ്ങി.